കിര ഈ ഒരു സാധനത്തിലാണ് ഫ്രോഗ് ഈ അറ്റത്തിരിക്കും. ഈ പോകുന്നില്ലേ, ഇതിലാണ് ഫ്രോഗ് ഇരിക്കുന്നത്. മറ്റേ ഫ്രോഗ് ഞാൻ എടുത്തു. സാഹസികത എന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ ടെൻഷൻ അടിച്ചത് കണ്ട കാന്തമാണ്. കാന്തം കെട്ടിക്കൊണ്ട് വന്നു. സംഭവം കാണിക്കാം. എന്താ ഏറ് ചൂണ്ട പോലെ എറിഞ്ഞ് കാന്തം ഇട്ട് വലിച്ച് സാധനം ഞാൻ എത്തിച്ചു. എൻ്റെ പൊന്നു പോലെ എനിക്ക് ഏറ്റവും മിസ്സാകുന്നത് നീ തന്ന സാധനമാണ്. അപ്പോൾ ഇതുണ്ടോ വെള്ളത്തിൽ എറിഞ്ഞ് കാന്തം. എന്താ ഫിഷിങ്ങിന് പോകുന്നവർക്ക് കാന്തം കൂടെ കൊണ്ടുവന്ന് നല്ലതല്ലേ. അങ്ങനെ അതെ നമ്മളെ ഒരുത്തനെ കിട്ടി. ഇനി എൻ്റെ മിസ്സിങ് ആയ ആ ഫ്രോഗ്, ഫേവറേറ്റ് ഫ്രോഗ്, അത് പോയി. അവനാണ് കമ്പായിരിക്കുന്നത്. അതൊന്നും എടുത്തു തരണേ. ഞാൻ നോക്കട്ടെ എങ്ങനെയല്ലേ എറിഞ്ഞ് കിടാൻ പറ്റുമോ നോക്കട്ടെ. ഈ വള്ളി കൊണ്ട് എറിഞ്ഞ് കിര സംഭവം ഫ്രോഗ് ഇതേ എത്തി. അത് ആ ഷെയ്ഡുള്ളതുകൊണ്ടോ മൊബൈലൊന്ന് വെള്ളത്തിൽ പരതോ. അപ്പോൾ ഈ കയറിൻ്റെ അടുത്ത് കണ്ട കിടക്കുന്നുണ്ട ഫ്രോഗ് കൊണ്ട് ആടുന്ന കണ്ട. ഇത് എന്നാ ആട്ടമാണ്, ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. കണ്ട ഫ്രോഗ് എടുക്കുന്നുണ്ടോ. ഈ വള്ളി കെട്ടിയിട്ട് നമ്മൾ വലിച്ച് ഇളക്കി അവൻ്റെ ഉടക്കം നമ്മൾ അഴിച്ചെടുത്തു. ഇനി ഫ്രോഗ് ഇനി അവൻ വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ എങ്ങനെ നീന്തി എടുക്കണം, അതുള്ളൊരു പേടി. എൻ്റെ പൊന്നുപോലെ എന്ത് സ്വർക്കം കിട്ടിയ പോലെയാ. ചത്താലും കുഴപ്പമില്ല, എനിക്ക് അവനെ ഒന്ന് പുറത്തെടുക്കണം, അത്രേ ഉള്ളൂ. കാണാവോ നിനക്ക്? വൈപ്പർ കിടക്കുന്നുണ്ടോ? വൈപ്പർ എവിടെ? ഇനി എടുത്തിട്ട് കാണാം. ചെറുക്ക അങ്ങനെ നമ്മളെ കാര്യം ഫിനിഷിങ് ആയി ചേട്ടാ. ഇന്നലെ 1000 രൂപയാണ് എൻ്റെ പോയത്. അപ്പോൾ പോയ ഫ്രോഗ് എൻ്റെ ദൈവമേ, ഇത് രാവിലെ എന്നിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല. അറിയാലോ, 1:30 രാത്രി 1:30 മെസ്സേജ് ഇട്ടേ, 1:45 അല്ലേ. എനിക്ക് ആ സാധനം കിട്ടാത്തതുകൊണ്ട് സങ്കടം എന്ന് പറയാൻ പൊരിഞ്ഞ സങ്കടമായിരുന്നു. അങ്ങനെ നമ്മുടെ ദേ അവരെ കിട്ടി. അത് ഫസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചല്ലോ. ദേ വൈപ്പർ കിടക്കുന്നുണ്ടോ, സ്നേക്ക് മാസ്റ്റർ. ഇവനാണ് സാധനം. എത്ര വലിയ കൊമ്പനം കയറ്റാം. ഇനി ഈ വള്ളി എത്തിക്കണം എന്നുള്ള കാര്യമാണ്. ഇത് ചൂണ്ടതുപോലെ സാധനമൊക്കെ കേട്ടോ, സാരിയൊക്കെ വെള്ളത്തിലേക്ക് വീടുതേ. എന്നിട്ട് ചങ്കെത്തി വലിയ ഏർപ്പാടായി. ഇരാ